സോഷ്യൽ സൈക്കോളജി എന്ന പേപ്പറിലെ ആദ്യത്തെ മൊഡ്യൂളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മൊഡ്യൂൾ 1 നാച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി. പ്രധാനമായിട്ടും 3 സബ് ചാപ്റ്റേഴ്സ് ഇതിൽ വരുന്നുണ്ട്. നാച്ചർ, സബ്ജക്റ്റ് മാറ്റർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി എന്നതും, ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് സോഷ്യൽ സൈക്കോളജി, മേജർ പെർസ്പെക്റ്റീവ്സ് ഓഫ് സോഷ്യൽ സൈക്കോളജി. ഇങ്ങനെ 3 പ്രധാനമായിട്ടും സബ് ചാപ്റ്റേഴ്സ് ഈ ഒരു മൊഡ്യൂളിലായിട്ട് വരുന്നുണ്ട്. ഫസ്റ്റ് ഹെഡിങ് ആണ് നാച്ചർ, സബ്ജക്റ്റ് മാറ്റർ എന്നത്. അതിൽ തന്നെ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി, സാമൂഹിക മനഃശാസ്ത്രത്തിന് ഒരു ആമുഖമാണ്. സമൂഹത്തിലെ വ്യക്തിയുടെ പെരുമാറ്റത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് സോഷ്യൽ സൈക്കോളജി. മനുഷ്യൻ കൂട്ടമായി ജീവിച്ച പ്രാചീന കാലം മുതൽ ഇതിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. എന്നാൽ 19-ാം നൂറ്റാണ്ടിലാണ് സോഷ്യൽ സൈക്കോളജി ഒരു ശാസ്ത്രമായി മാറുന്നത്. 20-ാം നൂറ്റാണ്ടിലാണ് ഈ ശാസ്ത്രം പുരോഗതി പ്രാപിക്കുന്നത്. സാമൂഹിക മനഃശാസ്ത്രത്തിൻ്റെ ഉത്ഭവം പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ പോലുള്ള ഫിലോസഫർമാരിൽ നിന്നാണ്. അവർ സമൂഹത്തിലെ പെരുമാറ്റത്തെ പഠിച്ചു. മനുഷ്യരുടെ പെരുമാറ്റം സാമൂഹിക സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നതാണെന്ന് പ്ലാറ്റോ വിശ്വസിച്ചു. തൻ്റെ റിപ്പബ്ലിക് എന്ന കൃതിയിൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അദ്ദേഹം എഴുതി. അങ്ങനെ 5-ാം നൂറ്റാണ്ടിൽ സോഫിസ്റ്റ് ചിന്തകന്മാർ സാമൂഹികവൽക്കരണത്തെയും വിദ്യാഭ്യാസത്തെയും അടിസ്ഥാനമാക്കി സാമൂഹിക സാഹചര്യങ്ങളിൽ മനുഷ്യരുടെ പെരുമാറ്റത്തെ വിശകലനം ചെയ്തു. പിന്നീട് ഹേഗൽ, അഗസ്റ്റ് കോംറ്റ്, ജീൻ ബോഡിൻ തുടങ്ങിയ ഫിലോസഫേഴ്സ് സാമൂഹിക പെരുമാറ്റ പഠനത്തിലേക്ക് സംഭാവനകൾ നൽകി. കോംറ്റ് സമൂഹത്തിൻ്റെ വികസനം മതപരം, ഭൗതികം, സാമൂഹികം എന്നീ 3 ഘട്ടങ്ങളിലായി നടക്കുന്നു എന്ന് അവതരിപ്പിച്ചു. സാമൂഹിക മാറ്റങ്ങൾ ഭരണ നിയന്ത്രണത്തെക്കാൾ പ്രകൃതി രീതിയിലുള്ള നിയമങ്ങളെ അനുസരിച്ച് സംഭവിക്കുന്നു എന്ന് വാദിച്ചു. എമിലി ഡർക്കിം കൂട്ടായ പ്രതിനിധാനങ്ങളുടെ പങ്ക് വിശേഷിപ്പിക്കുകയും വ്യക്തിക്ക് അപ്പുറമുള്ള കൂട്ടായ മനസ്സ് എന്ന ആശയം അവതരിപ്പിക്കുകയും ചെയ്തു. നെക്സ്റ്റ് ഹെഡിങ് ഫൗണ്ടേഴ്സ് ഓഫ് സോഷ്യൽ സൈക്കോളജി. സോഷ്യൽ സൈക്കോളജിയെ ഇന്ന് കാണുന്ന രൂപത്തിലാക്കിയവരെ പറ്റിയിട്ടാണ് അടുത്ത ഹെഡിങ്. സാമൂഹിക മനഃശാസ്ത്രം വിവിധ ഘട്ടങ്ങളിലൂടെ വികസിച്ചു. 1890 മുതൽ 1910 വരെ ഉള്ള കാലയളവിൽ ശാസ്ത്രീയ രൂപത്തിലേക്ക് എത്തി. ഇതിൻ്റെ വികസനത്തിൽ ഗബ്രിയൽ ടാർഡെ, ഗുസ്റ്റാവ് ലെ ബോൺ, എഡ്വേർഡ് എൽസ്വോർത്ത് റോസ്, വില്യം എം.സി. ഡുഗാൽ എന്നിവർ പ്രധാന പങ്കുവഹിച്ചു. സാമൂഹിക മനഃശാസ്ത്രത്തിൻ്റെ സ്ഥാപകനായി ഗബ്രിയൽ ടാർഡെയെ ചിലർ കണ്ടു. ടാർഡെ 1890-ലെ ലോസ് ഓഫ് ലിമിറ്റേഷൻ എന്ന കൃതിയിൽ സമൂഹത്തിൽ അനുകരണത്തിൻ്റെ പങ്കിനെക്കുറിച്ച് എഴുതി. ലേബോൺ 1895-ലെ ദി ക്രൗഡ് എന്ന കൃതിയിൽ കൂട്ടപ്രവർത്തനം, കൂട്ടായ മനസ്സ് എന്നീ ആശയങ്ങളെ ആവിഷ്കരിച്ചു. റോസ് സാമൂഹിക മനഃശാസ്ത്രമെന്ന് മനുഷ്യരുടെ പരിസ്ഥിതിയുമായുള്ള കൂടിച്ചേരൽ പഠിക്കുന്ന ശാസ്ത്രമായി നിർവചിക്കുകയും കൂട്ടപ്രവർത്തനം, പൊതുജനാഭിപ്രായം എന്നിവയെ വിശകലനം ചെയ്യുകയും ചെയ്തു. എം.സി. ഡൂഗൽ തൻ്റെ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി എന്ന കൃതിയിൽ മനുഷ്യരുടെ സാമൂഹിക ജീവിതം ജീവവാസനയുമായി ബന്ധപ്പെടുത്തി. 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലും സാമൂഹിക മനഃശാസ്ത്രം വളരെയധികം പുരോഗതി നേടി. ആധുനിക സാമൂഹിക മനഃശാസ്ത്രത്തിൻ്റെ പിതാവായി കണക്കാക്കപ്പെടുന്ന കുർട്ട് ലെവിൻ പോലുള്ളവർ ഈ മേഖലയിൽ പ്രധാന സംഭാവനകൾ നൽകി. കിംബാൾ യങ് ഫീൽഡ്, റിച്ചാർഡ് ക്രച്ച്ഫീൽഡ്, തിയോഡർ ന്യൂകോബ്, ഗാർഡനർ മർഫി, ജി.എച്ച്. മെഡ്, റാൽഫ് ലിൻറ്റൺ, ബി. മാലിനോസ്കി എന്നിവരും ഈ രംഗത്ത് സവിശേഷമായ പങ്ക് വഹിച്ചു. നെക്സ്റ്റ് ഡെഫിനിഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി. സോഷ്യൽ സൈക്കോളജിക്ക് എന്തിൻ്റെ ഡെഫിനിഷനാണ് കൊടുക്കുക? ഓക്കെ, സാമൂഹിക മനഃശാസ്ത്രം വ്യക്തിയുടെ പെരുമാറ്റത്തെ സാമൂഹിക സാഹചര്യങ്ങളിൽ പഠിക്കുന്ന ശാസ്ത്രമാണ്. ഇത് ജനറൽ സൈക്കോളജിയുടെയും സോഷ്യോളജിയുടെയും മിഡിലായി നിലകൊള്ളുന്നു. സാമൂഹിക സാഹചര്യങ്ങൾ വ്യക്തികളുടെ പെരുമാറ്റത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതാണ് ഈ ശാസ്ത്രശാഖയുടെ പഠന വിഷയം. കിംബാൾ യങ് തൻ്റെ അഭിപ്രായത്തിൽ സാമൂഹിക മനഃശാസ്ത്രം എന്നത് വ്യക്തികളുടെ പരസ്പര ഇടപെടലുകളും അതിൻ്റെ സ്വാധീനം അവരുടേതായ ചിന്തകൾ, അനുഭൂതികൾ, വികാരങ്ങൾ, ശീലങ്ങൾ എന്നിവയിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട ഒരു പഠനമാണ്. എഫ്.എച്ച്. ആൾപോർട്ട് പറയുന്നത് സാമൂഹിക മനഃശാസ്ത്രം വ്യക്തിയുടെ പെരുമാറ്റം മറ്റുള്ളവരെ എങ്ങനെ പ്രേരിപ്പിക്കുന്നു അല്ലെങ്കിൽ അവരുടെ പ്രതികരണങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ പഠിക്കുകയും സാമൂഹിക വസ്തുക്കളോടുള്ള വ്യക്തിയുടെ ബോധവും പ്രതികരണങ്ങളും വിവരിക്കുകയും ചെയ്യുന്നു എന്നാണ്.
E.A. റോസ് സാമൂഹിക മനഃശാസ്ത്രത്തെ ഇങ്ങനെ നിർവചിക്കുന്നു: മനുഷ്യനും അവനെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന സമൂഹവും തമ്മിലുള്ള മാനസിക ഇടപെടലിനെ സംബന്ധിക്കുന്ന ജ്ഞാനശാഖയാണ് സാമൂഹിക മനഃശാസ്ത്രം. നാച്ചർ ഓഫ് സോഷ്യൽ സൈക്കോളജി. സോഷ്യൽ സൈക്കോളജിയുടെ സാധാരണയായിട്ടുള്ള അതിൻ്റെ ഒരു പ്രകൃതം എങ്ങനെയാണ്? സാമൂഹിക മനഃശാസ്ത്രം മറ്റുള്ള സാമൂഹിക ശാസ്ത്രങ്ങൾ പോലെ ശാസ്ത്രീയ മാർഗങ്ങൾ ഉപയോഗിച്ച് ആളുകൾ സാമൂഹിക സാഹചര്യങ്ങളിൽ എങ്ങനെ പെരുമാറുന്നു എന്ന് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്. ഇത് വ്യക്തിയുടെ പെരുമാറ്റത്തെയും കൂട്ടവ്യവഹാരത്തിൻ്റെയും കാരണഫലബന്ധങ്ങളെ വിശകലനം ചെയ്യുകയും അവയെ സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപയോഗിക്കുകയും ചെയ്യുന്നു. സാമൂഹിക മനഃശാസ്ത്രജ്ഞർ അവരുടെ മാർഗങ്ങൾ വസ്തുക്കളെ അടിസ്ഥാനമാക്കിയുള്ളതും ഒബ്ജക്റ്റീവ് ആയതുമാകണമെന്ന് സമ്മതിക്കുന്നു. പെരുമാറ്റത്തെ പ്രവചിക്കാൻ കഴിയുമെങ്കിലും മനുഷ്യരുടെ പെരുമാറ്റം സങ്കീർണവും സ്ഥിരമായി മാറ്റം വരുന്നതുമാവുന്നതിനാൽ സാമൂഹിക മനഃശാസ്ത്രം ഭൗതിക ശാസ്ത്രങ്ങളെപ്പോലെ കൃത്യമായ ഒന്നല്ല. എങ്കിലും പുതിയ ശാസ്ത്രീയ മാർഗങ്ങൾ വികസിക്കുന്നതോടെ സാമൂഹിക മനഃശാസ്ത്രത്തിൻ്റെ കൃത്യത മെച്ചപ്പെടുന്നുണ്ട്. നെക്സ്റ്റ്, സബ്ജക്റ്റ് മാറ്റർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജിയാണ്. സാമൂഹിക മനഃശാസ്ത്രം മറ്റുള്ളവർ വ്യക്തിയുടെ പെരുമാറ്റത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ പഠിക്കുന്നു. ഒരു വ്യക്തിയുടെ പ്രവർത്തനം ചുറ്റുമുള്ളവരെ ബാധിക്കുന്ന ഏത് സാഹചര്യവും സോഷ്യൽ സൈക്കോളജിയുടെ ഭാഗമാണ്. മറ്റുള്ളവരുമായുള്ള ഇടപെടലുകൾ വ്യക്തിയുടെ പെരുമാറ്റത്തെ രൂപപ്പെടുത്തുന്നിടത്തോളം അതാണ് സാമൂഹിക മനഃശാസ്ത്രത്തിൻ്റെ പഠന വിഷയം. സാമൂഹിക മനഃശാസ്ത്രത്തിൻ്റെ സ്കോപ്പുകൾ. സോഷ്യൽ സ്റ്റിമുലി ആൻഡ് സിറ്റുവേഷൻസ്. സാമൂഹിക മനഃശാസ്ത്രം വിവിധ സാഹചര്യങ്ങൾ നേരിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയോ ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് പഠിക്കുന്നു. ഈ പ്രേരണകൾ എളുപ്പമായതോ ബുദ്ധിമുട്ടുള്ളതോ ആകാം. സാമൂഹിക മനഃശാസ്ത്രം അവ പെരുമാറ്റത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു.